ഹലോ ഗൈസ്, ഇന്നത്തേത് ഒരു ലോങ് വീഡിയോ ആണ്. നിങ്ങൾ ചില്ല് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം ഇറ്റ് വിൽ ബി കുറച്ച് ലെങ്തി ബിക്കോസ് ഇറ്റ്സ് അൺബോക്സിങ്. ഞാൻ റീസെന്റ് ആമസോണിൽ നിന്നും പിന്നെ നൈക്ക എന്നൊക്കെ ഓർഡർ ചെയ്ത കുറച്ച് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ അൺബോക്സിങ് ആണ്. അധികം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അല്ല. ഞാൻ കഴിഞ്ഞൊരു 1-2 മാസമായിട്ട് ഐ എം നോട്ട് യൂസിങ് എനി പ്രോഡക്ട്സ് ലൈക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഓരോന്നോരോന്നായിട്ട് തീർന്നു പോകുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങാൻ മടിയായിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങാം എന്ന് വിചാരിച്ച് എനിക്ക് പർച്ചേസ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഷാമ്പൂ, കണ്ടീഷണർ, അതിന്റെ മോയ്സ്ചറൈസർ, പിന്നെ ഒത്തിരി ലിപ്സ്റ്റിക്സ് എക്സ്പയർഡ് ആയി. അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസും തീർന്നപ്പോൾ ഐ തോട്ട് ഓക്കെ ഐ വിൽ സ്റ്റാർട്ട് അഗെയിൻ, ഓർഡർ ചെയ്യാം എന്നിട്ടെല്ലാം റീസ്റ്റോക്ക് ചെയ്യാം. സോ അതാണ് ഇന്നത്തെ വീഡിയോ അൺബോക്സിംഗ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആമസോണിൽ നിന്നുള്ള പ്രോഡക്ട്സ് നോക്കാം. ഞാൻ ഇതിൽ പൊടിച്ചിട്ടുണ്ട്. ഇതിൽ ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ, ഇത് ഡോക്ടർ ഷെയ്ഫിന്റെ മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഈ ചൂട് സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമുണ്ട്, ദാറ്റ്സ് അണ്ടർ ആം റോളോ. ഇത് വിഷ് കെയറിന്റെ അണ്ടർ ആം റോളോ ആണ്. മാർസിന്റെ അവരുടെ ഒരു റീസെന്റ് കളക്ഷൻ, ലിപ്സ്റ്റിക് കളക്ഷൻ ആണ്. അതിലെ 4 letters എന്ന് പറയുന്ന ഷെയ്ഡാണിത്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നെ. കഴിഞ്ഞു. ഓക്കെ, ഇതിനകത്ത് കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് ഐറ്റംസ്? ഓക്കെ, ഇത് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത് ജൂസി കെമിസ്ട്രിയുടെ റോസ് വാട്ടർ ടോണർ ആണ്. അത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലും ടോണർ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തത് പ്ലമ്മിന്റെ ടോണർ ആയിരുന്നു. ഇത് ജൂസി കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ടോണറാണ്. ഇത് സ്കിൻ കെയർ അല്ല, ഇതൊരു മേക്കപ്പ് ഫിക്സർ ആണ്. അതായത് നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ സ്പ്രേ അടിക്കില്ല, ആ പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. കുട്ടി ഐറ്റംസ് ശരിക്കും ഇതെല്ലാം ഞാൻ വാങ്ങിയതാണ്. ഇതില് എനിക്ക് തോന്നുന്നു ഇതാണ് ഫ്രീ ആയിട്ടുള്ള ഐറ്റം. ഇത് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ്. എന്തുവാ? ഓക്കെ, ഇതൊരു ഷാമ്പു ആണ് കേട്ടോ. ഏതൊരു ബ്രാൻഡിന്റെ ഷാമ്പുവിന്റെ സാഷയാണ്. ലൈക്ക് എത്ര റോസ്മേരി, ജിഞ്ചർ, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം നല്ലതാണോന്ന്. പിന്നെ ഇതിനകത്തുള്ളത് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ്. മാർസിന്റെ സെറ്റിംഗ് പൗഡർ. മാർസിന്റെ സെറ്റിംഗ് പൗഡർ ഒക്കെ ഞാൻ ഷെയ്ഡ് നോക്കിയിട്ടാണ് എടുത്തത്. ഷെയ്ഡ് ഇത് സോഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അയ്യോ, എന്തൊരു കുഞ്ഞു പാക്കേജാ നോക്ക്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഒരു ഹൈലൈറ്റർ ആണ്. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലാണ് ഉള്ളത്. ബിക്കോസ് ഞാൻ ഇതുവരെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹൈലൈറ്റർ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം. വാവ്, okay, looks like this. And just എന്നിട്ട് നോക്കാം നമുക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു യൂസ് മനസ്സിലായി കാണൂല. ഇട്ട പോർഷൻ ഒന്ന് എടുത്ത് നിൽക്കും. ഓക്കെ, വാട്ടെവർ, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്. അയ്യോ, ഇനിയും ഉണ്ട് കേട്ടോ, ഒന്നും കൂടെ ഉണ്ട്. ഇതെന്താ? ഓക്കെ, ദിസ് ഈസ് ലൈക്ക് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് വാങ്ങാം എന്ന് വിചാരിച്ച് തന്നെ വാങ്ങിയ റൈറ്റ് ആണ്. അതായത് ലിപ്പ് പ്ലംബ് ചെയ്യുന്ന ഒരു കളർ ചേഞ്ചിങ് ലിപ്പ് ഓയിലാണ്. ഇത് മാർസിന്റെ തന്നെയാണ്. മാർസിന്റെ നെക്ടർ കിസ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് തോന്നുന്നത്. നെക്ടർ കിസ് ഓറഞ്ച്, അങ്ങനെ വേറെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഇപ്പൊ ഇട്ട് നോക്കിയാലോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളതുകൊണ്ട്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ഇറ്റ്. ഭയങ്കര കളർ അല്ലേ? പക്ഷെ ഈ കളർ ആയിരിക്കില്ല നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഇറ്റ് വിൽ ബി ലൈക്ക് വേറൊരു ഷെയ്ഡാണ്. ഓക്കെ, ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട്, ഐ മീൻ ഒരു ഷോർട്സിൽ വല്ലതും ഇട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ് വേറൊരു സാധനം. ഇതൊക്കെ ഞാൻ കുറച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഐറ്റംസ് ആണ്. ഇതും ഈ ഹൈലൈറ്ററൊക്കെ ജസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്.
സോ അതാണ് ആ ബോക്സിലുണ്ടായിരുന്നത്. മേക്കപ്പ് ആപ്ലിക്കേറ്റർ ഇല്ലേ, അതാണ്. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. ഇത് ഫീൽ ഗുഡ് ക്ലബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ 3 ടൈപ്പ് ഓഫ് സ്പഞ്ചസ് ആണ് ഇതിൽ വരുന്നത്. അയ്യേ, ഞാൻ ഉദ്ദേശിച്ചെല്ലാം ബ്ലാക്ക് വരുന്നത്, ഇതെല്ലാം പിങ്കും പീച്ചും ഒക്കെയാണ്. ഇതാ ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഷോ ഇതാണ് ഫിംഗർ പഫ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗറിൽ ഇങ്ങനെ ഇടും, എന്നിട്ട് നമ്മുടെ കണ്ണിന്റെ അടിയിലൊക്കെ നമുക്കിങ്ങനെ ഡാബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പിസ്സ പഫ്. ഇതൊക്കെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല, ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അധികം മേക്കപ്പ് യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. പിന്നെ ഇപ്പോൾ ബ്ലെൻഡറിനെയൊക്കെ കണ്ട ഇതാണ് ഗൈസ് ബ്ലെൻഡർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ലൈക്ക് അണ്ടർ 80 സംതിങ് എന്തോ ആണ് ഈ 3 കൂടെ. പിന്നെ അതിലൊരു ഐറ്റം കൂടെ ഉണ്ട് ഗൈസ്. ഇത് മാർസിന്റെ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ള മിക്ക മേക്കപ്പ് ഐറ്റംസ് മാർസിന്റേതാണ്. ഇത് മാർസിന്റെ ക്യാൻസൽ കൺസീലർ ആണ്. കൺസീലർ എന്തിനാണെന്നറിയാലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡാർക്ക് സ്പോട്ട്സോ ഒരു കളർ ചേഞ്ചോ പിഗ്മെന്റേഷനോ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം. ഓക്കെ, ദിസ് വൺ. ഇതിന്റെ ഞാൻ അങ്ങനെ ഷെയ്ഡ് കറക്റ്റ് ഷെയ്ഡൊന്നും അല്ല എടുത്തേക്കുന്നത്, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് മുന്നേ എനിക്ക് ഇതുവരെയും കൺസീലർ ഇല്ല, അപ്പൊ ഏത് ഷെയ്ഡാണ് എനിക്ക് വേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് വാങ്ങി. അപ്പം ഒരു ഷെയ്ഡ് വാങ്ങി കഴിയുമ്പോൾ നമുക്കറിയാലോ ഇതിൽ നിന്ന് ഇനി ലൈറ്റ് വാങ്ങണോ അതോ കുറച്ചുകൂടി ഡാർക്ക് വാങ്ങണോ ഏത്. സോ അതാണ് ഈ ഐറ്റം. അവർ ലാസ്റ്റ് ബോക്സ് പെട്ടെന്ന് കുടിക്കാമേ. ബോഡി മോയ്സ്ചറൈസർ ആണ്. ഇത് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്. വാസ്ലിന്റെ ഇന്ത്യൻ കെയർ കൊക്കോ ഗ്ലോ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ ആണ്. ഇതിന്റെ മണം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു സെയിം ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തു. അപ്പൊ ഐ തോട്ട് വിൽ ബൈ ദിസ്. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, അത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങി. ദാറ്റ്സ് ലോറിയലിന്റെ ഹെയർ സെറം. ഞാൻ അതിന്റെ വലിയ ബോട്ടിൽസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ ഇത്തവണ വിചാരിച്ചു ബില്ലിന്റെ എമൗണ്ട് ഒന്ന് കുറയ്ക്കാനും പിന്നെ എൻ്റെ ഈ പൗച്ചിനകത്ത് ക്യാരി ചെയ്യാൻ എളുപ്പത്തില് ഞാൻ അതിന്റെ ഒരു ചെറിയ ബോട്ടിൽ ലൈക്ക് 30 ml മിനിയാണ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഹെയറിൽ എനിക്ക് എപ്പോഴും ലൈക്ക് ഞാൻ ഏത് സെറംസ് യൂസ് ചെയ്താലും ഏറ്റവും ലാസ്റ്റ് പിന്നെയും പോയി വാങ്ങുന്ന സെറം ഇതാണ്. ഇത് ലോറിയലിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ, പ്രഷ്യസ് ഫ്ലോറൽ ഓയിൽസ്. ഈ ഹെയർ സെറം അപ്ലൈ ചെയ്താലാണ് എനിക്ക് എൻ്റെ മുടി മാനേജബിൾ ആയിട്ട് തോന്നുന്നത്. ബാക്കി ഏത് ഹെയർ സെറം യൂസ് ചെയ്താലും സ്ട്രീക്സിന്റെ ഉണ്ട്, ലിവോൺ ഉണ്ട്, പിന്നെ ബയോലാഷിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, മെട്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇട്ടാൽ നല്ല മണമായിരിക്കും, പക്ഷെ ഹെയർ ഒട്ടും മാനേജബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഹെയർ അത്യാവശ്യം ഫ്രിസിയും കുറച്ച് കേളി വേവി അങ്ങനത്തെ ഒരു ഹെയർ ആണ്. അപ്പൊ ഈ സെറയിട്ട എനിക്ക് എൻ്റെ ഹെയർ നല്ല മാനേജബിൾ ആയിട്ട് തോന്നാറുണ്ട്. സോ അങ്ങനെ ഞാൻ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിയതാണ് ഈ ബോട്ടിൽ. ഓൾറെഡി ഇതിന്റെ 2 mg ബോട്ടിൽസ് എൻ്റെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് പർച്ചേസ് ആണ് കേട്ടോ. ഞാനിപ്പോ 3 മാസമായില്ലേ, ഈ 3 മാസത്തില് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും പ്രോഡക്ട്സ് വാങ്ങുന്നത്. ലൈക്ക് എൻ്റെ പ്രോഡക്ട്സ് ഒന്നും ഞാൻ വാങ്ങുന്നില്ലായിരുന്നു ലൈക്ക് ഒരു 3 months ആയിട്ട്. ആൻഡ് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങി. അതാണ് ഇത്രയും പ്രോഡക്ട്സ് കണ്ട്. സൺസ്ക്രീൻ എൻ്റെ ഉണ്ട്, അതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. ബാക്കി എൻ്റെ മോയ്സ്ചറൈസർ, ടോണർ, ഹെയർ സെറം, പിന്നെ ഷാമ്പുവും കണ്ടീഷണറും അത് ഞാൻ വിഷ് കെയറിൻ്റെത് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അങ്ങനെ ഓൾമോസ്റ്റ് ഐറ്റംസും കഴിഞ്ഞതുകൊണ്ട് എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് വാങ്ങി. എന്നിട്ട് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചു. സോ ദാറ്റ് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. എന്താ ഇനി ഈ ഓരോ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ലൈക്ക് എനിക്ക് ഇട്ടിട്ട് അത് ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറയാം. ആൻഡ് ഞാൻ കാണിച്ച 2 ലിപ്സ്റ്റിക്കില് ലൈക്ക് 2 ലിപ്സ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. ദിസ് വൺ ഈസ് എ ലിപ് ടിന്റ്, ഓക്കെ, ആൻഡ് അതർ വൺ
ആൻഡ് അതർ വൺ ഇതൊരു ലിപ് പ്ലംബിംഗ് ഓയിലാണ്. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമേ. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ദാറ്റ് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. ബൈ.